സമാധാന ചർച്ചയ്ക്ക് പകരം അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇറാൻ. ചരിത്രത്തിൽ കൗതുകരമായിരിക്കുന്ന സംഭവമാണ്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ ലോകം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ലോകത്തിലെ സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്കയോട് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ ആവർത്തിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഖത്തറിൻ്റെ അകത്ത് അമേരിക്കയുടെ ഏറ്റവും മുതിർന്ന രാഷ്ട്രത്തലവന്മാരുണ്ട്, ഇറാൻ്റെ രാഷ്ട്രത്തലവന്മാരും ഉണ്ട്. പക്ഷേ അവർ രണ്ട് കൂട്ടരും, അതായത് ഇറാൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്കേ തങ്ങളില്ല, തങ്ങൾ അതിന് വന്നതുമല്ല. എന്നാൽ ഇറാൻ ഏതെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വിമാനം പിടിച്ച് പോകുക എന്നുള്ളത് അവരുടെ സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുകയാണ്. മുമ്പ് പാകിസ്ഥാനിലെത്തിയ സമയത്ത് ഇറാൻ്റെ ആളുകൾ പാകിസ്ഥാനിലെത്തിയപ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന സമയത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നതല്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ ഒമാനിലേക്ക് മടങ്ങി. ഇറാൻ്റെ സംഘം ഒമാനിലേക്ക് മടങ്ങിയ സമയത്ത് അപ്പം പിറകിൽ തന്നെ അമേരിക്കയുടെ സംഘം മടങ്ങി. പിന്നീട് ഒമാനിൽ നിന്ന് അവർ പിന്നെ പോയത് ചൈനയിലേക്കാണ്. അപ്പോൾ ചൈനയിലേക്ക് അമേരിക്ക പോയിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ ഖത്തറിലേക്ക് ഇറാൻ വരുന്നുണ്ട് എന്നതിൻ്റെ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രസ്താവന ഇറക്കി. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ തന്നെ തങ്ങളെ സമീപിച്ചിരിക്കുന്നു, അവർക്ക് സമാധാനം അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവരെ നിർബന്ധിച്ചതിൻ്റെ താല്പര്യത്തിന് ഞങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ട്രംപിനോട് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയാൻ താല്പര്യമില്ല, അമേരിക്കയുമായിട്ട് ഞങ്ങൾ ചർച്ച എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നതാണ് മറുപടി. ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിയുന്നതിൻ്റെ ഇടയിലാണ് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു അന്ത്യശാസനം നൽകിയത്. അതൊക്കെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കേൾക്കുന്ന ഒരു സംഭവമാണ്. മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന അമേരിക്ക, ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകി എന്നൊക്കെ പറയുന്ന സമയത്ത് ചരിത്രത്തിൽ അതിനൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് 14 ധാരണകൾ, കരാർ എന്നതിൽ പരാമർശിച്ചിട്ടില്ല, 14 ധാരണകൾ ലംഘിച്ചാൽ കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണവും പ്രതികാര നടപടികളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആയുധപ്രഹരത്തിൻ്റെ, അതായത് ഉപയോഗിക്കാത്ത ആയുധപ്രഹരത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അമേരിക്ക കാണേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇതുവരെ യുദ്ധഭൂമികയിൽ ഉപയോഗിക്കാത്ത ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ളത് അവരുടെ കൈവശത്തിലുണ്ട് എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ വ്യോമ സൈനിക മേധാവികൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലുമായിട്ടും ഹൂത്തികളുടെ മിസൈലുകളെ. പക്ഷേ അവർ ഉപയോഗിക്കുന്ന മിസൈലല്ല പിന്നീട് ഉപയോഗിക്കുന്നത്, ആദ്യത്തെ ശക്തിയല്ല രണ്ടാമത്തേതിനുണ്ടാകുന്നത്, ആദ്യത്തെ പ്രഹരമല്ല പിന്നേറ്റതിനുണ്ടാകുന്നത്. അപ്പോൾ ഏത് പ്രതിരോധ സംവിധാനം വെച്ചുകൊണ്ടാണ് അതിനെ തകർക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾ തന്നെ കൺഫ്യൂഷനാണ്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 2025 കഴിഞ്ഞ വർഷത്തെ സംഭവമാണ്. അതിൻ്റെ തുടർചലനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് അല്ലെ സൃഷ്ടിപ്പ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനാണല്ലോ. അപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ അതില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ചുരുക്കം. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ അവസാനമായിരിക്കുന്നു. അഥവാ ഖത്തർ വേദിയായിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലൊരു ചർച്ചയില്ല എന്ന് ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു. തങ്ങളോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ ചർച്ച ചെയ്തിട്ടില്ല. പകരം അവർ വന്നിരിക്കുന്നത് $6 ബില്യൺ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തടഞ്ഞു വെച്ച കാര്യങ്ങൾ വിട്ടുതരേണ്ടത് യഥാർത്ഥത്തിൽ ഖത്തറിൻ്റെ ബാങ്കിലാണുള്ളത്. ഖത്തറിന് അത് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. അമേരിക്കയുടെ അനുമതിയാണ് വേണ്ടത്. അത് അനുമതി വാങ്ങേണ്ടത് മധ്യസ്ഥരെന്ന നിലക്ക് ഖത്തറിൻ്റെ ബാധ്യതയാണ്. അതിന് വല്ലാതെ രീതിയിൽ താമസം ഉണ്ടാകരുത്, വിട്ടു നൽകണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞു. ഹോർമുസിൽ സ്വതന്ത്ര സഞ്ചാരം നടത്തുക, അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഇതായിരുന്നു. സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയായിട്ട് ഹോർമുസ് തുറക്കപ്പെടണം, എങ്കിലേ തങ്ങളുടെ രാജ്യത്ത് പോലുമുള്ള വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത്, ചർച്ചക്കായി ആണവ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് പൂർണ്ണമായ രീതി ഇല്ലാതാക്കണം. ഒരു ആണവായുധ ശക്തിയായിട്ട് ഇറാൻ മാറാതിരിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കണം. അതിന് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് എന്ന തരത്തിലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു, ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യത്തിനപ്പുറമായ രീതിയിൽ യാതൊന്നുമില്ല, ഇതേക്കുറിച്ചൊക്കെ ഏറെക്കുറെ ധാരണയായതാണ്. അത് വീണ്ടും വീണ്ടും അവരിങ്ങനെ പറയുന്നു എന്നല്ലാതെ അവർ കരാറുണ്ടാക്കിയത് അതല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കിയത് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്.
ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ 4-ാം തീയതി മുതൽ, ഈ മാസം 4-ാം തീയതി മുതൽ, ഇന്ന് 1-ാണ് തീയതി, 4-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 9-ാം തീയതി വരെയാണ് ചടങ്ങ്. അത് ഇറാഖിലേക്കും അവരുടെ ഈ ഖംനായുടെ മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മുനമ്പിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ നിൽക്കുന്നത് എന്ന കാര്യം സംശയമില്ല. എന്നാലോ ഇവർക്ക് ഈ പ്രവൃത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പേടിയില്ല. അവർ വളരെ സിമ്പിളായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഖംനായുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മൃതദേഹം അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ബാഹ്യ ശക്തികൾ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യം തന്നെ കത്തും എന്നുള്ള കാര്യം അവർക്കറിയാം. അങ്ങനെ അമേരിക്കയും ഇസ്രായേലിനും ഭയമുണ്ട്. ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവൃത്തികളൊക്കെ. 60-ലധികം രാജ്യങ്ങൾ, 90-ലധികം രാജ്യങ്ങളോട് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ ആവശ്യപ്പെടുകയും 100-ലധികം രാജ്യങ്ങൾ എന്നാണ് കാണുന്നത്. 100-ലധികം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 90 രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എത്താമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിനിധികൾ അയക്കുകയോ ബന്ധപ്പെട്ടവർ വരികയോ ഔദ്യോഗികപരമായിരിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികൾ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കോ ഏറെക്കുറെ രൂപമായത് 90 രാജ്യങ്ങളാണ്. 100-ലധികം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇന്ത്യക്ക് ക്ഷണമുണ്ട്. ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിൽ പെട്ട പ്രതിനിധികൾ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത്. പ്രധാനമന്ത്രി ആ സമയത്തൊക്കെ വിദേശ യാത്രയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്ന് വിദേശകാര്യ വകുപ്പ് പറയുന്നു. അതുകൊണ്ട് ബദൽ സംവിധാനം അവർ ഇന്ത്യ ചെയ്യും എന്നുള്ളതാണ്. 14 ധാരണയാണുള്ളത്. ആ ധാരണ കൃത്യമായ രീതിയിൽ പാലിക്കണം. അത് പാലിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒന്ന് ഹോർമുസ് കടലിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാക്കുക. അഥവാ ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കണം. കപ്പലിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. തങ്ങൾ ചുങ്കം വാങ്ങുകയും ചെയ്യും. തങ്ങൾ ചുങ്കം വാങ്ങും. തങ്ങളുടേതാണ് ഹോർമുസ് കടൽ. അതോട് പോകുന്നതിന് തങ്ങൾ തടയൂല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ചെയ്യും എന്ന കാര്യം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് രീതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: 40 ദശലക്ഷം ബാരൽ എണ്ണ ഈ കുറഞ്ഞ കാലയളവിനിടയിൽ ഇറാൻ കടത്തിയിട്ടുണ്ട്. ഇറാൻ തടയുന്നില്ല. അപ്പോൾ പിന്നെ നിർമ്മിക്കപ്പെട്ട, ശേഖരിക്കപ്പെട്ട അത്രയും പെട്രോളിയം അല്ലെങ്കിൽ അത്രയും എണ്ണ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. അപ്പോൾ ഇപ്പോൾ ഉപരോധം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചാകരയാണ്, വിറ്റുകൊണ്ടേ നിൽക്കുകയാണ്. കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ശുദ്ധമായിരിക്കുന്ന പെട്രോളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും ഇറാൻ്റെ പെട്രോളിയത്തിന് വലിയ ഡിമാൻഡാണ്, വലിയ മാർക്കറ്റാണ്. വമ്പൻ പണം വാങ്ങിക്കൂട്ടുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിൽ നിന്ന് ഒരു കപ്പൽ കടക്കുന്ന സമയത്ത് വ്യക്തമായിരിക്കുന്ന ചുങ്കം ഇറാൻ വാങ്ങുന്നു. ഇറാൻ്റെ കപ്പലുകൾ അല്ലെങ്കിൽ ഇറാൻ്റെ എണ്ണ മറ്റു രാജ്യങ്ങളിലേക്ക് അവർ യഥേഷ്ടം വിൽപ്പന നടത്തുന്നു. 2 തരത്തിലും വലിയ രീതിയിലുള്ള വരുമാനമുണ്ട്. ഈ വരുമാനം യഥാർത്ഥത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? ഈ അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. കരാർ വ്യവസ്ഥയുടെ ഈ ലംഘനം കാണിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധിപത്യം അമേരിക്കക്ക് നഷ്ടപ്പെടും എന്നുള്ള വലിയൊരു ഭയം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. അത് അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ആധിപത്യം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് വലിയൊരു പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരം 10 മിനിറ്റ് കിട്ടിയാൽ 10 മിനിറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സർവ്വസാധാരണയായിട്ട് ഇറാൻ ചെയ്യാറുള്ളത്. ഇതിന് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ പറയാറുണ്ട്, ഇറാനെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് പോലും അവർക്ക് വിശ്രമം നൽകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പുതിയൊരു ആയുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള നൈപുണ്യമുള്ളവരാണ് ഇറാനികൾ എന്നുള്ള അഭിപ്രായം ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ തന്നെയാണ് പറഞ്ഞത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അവർ 24 മണിക്കൂറും നിലക്കാത്ത രീതിയിൽ ശേഖരിക്കപ്പെട്ട അത്രയും പെട്രോളിയം വിൽപ്പന നടത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായ രീതിയിൽ പെട്രോളിയം നിർമ്മിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്ന പ്രവൃത്തിയും തകൃതിയായ രീതിയിൽ ഇറാൻ ചെയ്യുന്നു. അതിനാൽ വലിയ രീതിയിലുള്ള സമ്പാദ്യം വാരിക്കൂട്ടാൻ വേണ്ടി ഇറാൻ സാധിക്കുന്നു. അതെല്ലാം അതിൻ്റെ നല്ലൊരു ശതമാനം പ്രതിരോധ സംവിധാനത്തിലേക്ക് മാറ്റും. ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രയാസം. പ്രതിരോധ രംഗം സജീവമാക്കുന്നു, ആയുധ രംഗം സജീവമാക്കുന്നു. ഇനിയൊരു ആക്രമണം ഉണ്ടായാലും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിരിക്കുന്ന പരിപാടികൾ, 2 കോടി ജനങ്ങളെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിൽ ഇറങ്ങുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പ്രവൃത്തി കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷ പരിപാടി എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം അടയാളപ്പെടുത്താത്ത വിധം അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഈ നൈപുണ്യമായിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ന് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്.
അഥവാ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വസിക്കുന്ന ഷിയാ വിഭാഗത്തിലെ നല്ലൊരു ശതമാനം ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുമെന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ യുദ്ധത്തിൻ്റെ യുദ്ധമാണ് മുൻപിലുള്ളത്. ഏത് തരത്തിലും ആക്രമിക്കാൻ വേണ്ടിയിട്ടും പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ടും തയ്യാറാണ് ഇറാൻ. അതോടനുബന്ധിച്ച് തന്നെ ഈ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ കൂടി പറയുന്നു, അമേരിക്കക്ക് വലിയ രീതിയിലുള്ള അന്ത്യശാസനം നൽകുന്നു, കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്ന് ചുരുക്കം.